ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 4 മണിക്ക് കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വറുത്തരിപ്പൊടി, 1/2 കപ്പ് കോൺഫ്ലവർ, ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ്. അത്രയും വലുതെടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ എടുത്തു എന്നുള്ളൂ കേട്ടോ. നല്ലോണം വെന്തതാണ് കേട്ടോ. അതാണ് ഇതിൽ കൂടെ ചേർക്കണത്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഉടച്ചിട്ട് ചേർത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 3/4 ടീസ്പൂണ് എള്ള്, പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടായിരുന്നു. അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആലോചിച്ചത്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പച്ചവെള്ളത്തിലാണ് നമ്മൾ കുഴയ്ക്കണത് കേട്ടോ. കോൺഫ്ലവർ ഉള്ള കാരണം ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഉണ്ടാക്കും തോറും അത് ബാക്കിയുള്ള മാവുണ്ടല്ലോ, അത് ടൈറ്റ് ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് നല്ലോണം കുഴച്ചിട്ട് പിന്നെ രണ്ടാമത് പരത്തണം. നല്ലോണം ഇതൊന്ന് കുഴച്ച് നല്ല മയപ്പെടുത്തണം. ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ ചിപ്സ് ആക്കി വെച്ചാൽ നമ്മൾ കായൊക്കെ വറുത്ത് വയ്ക്കുമല്ലോ, അതുപോലെ വറുത്ത് വെച്ചാൽ അവർക്ക് കഴിക്കാം, കുട്ടികൾക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിവിടെ ഉണ്ടാക്കിയപ്പോൾ അവർ പറയണേ ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കി കഴിക്കാനാണ് ഇഷ്ടം. ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലാത്തൊരു കാര്യമില്ലല്ലോ, എല്ലാവർക്കും വേണ്ട. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു, ബാക്കിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. നല്ലോണം ഇതൊന്ന് പരത്തി കൊടുക്കാം. നല്ലോണം കുഴച്ചിട്ടുണ്ട് കേട്ടോ, സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലോണം പരത്തി കൊടുക്കാം. ആ പരത്തിയപ്പോൾ ഞാനൊരു കാര്യം മറന്നു കേട്ടോ, ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ പൊള്ളച്ച് വരും കേട്ടോ. അപ്പം അത് മറന്നുപോയി. രണ്ടാമതൊക്കെ എടുത്തപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതും പിന്നെ ക്യാമറ മൊബൈൽ ഇങ്ങോട്ടൊക്കെ നീക്കി വയ്ക്കണതും പിന്നെ അടുത്ത് ഷവ്മ വറക്കുന്നതും കുറേ പാടുണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ വിട്ടു പോട്ടാം. എന്താ ചെയ്യാം. അപ്പം ഇതുപോലെ ഒരു ചെറിയ ടിന്നിൻ്റെ മൂടിനിട്ട് എടുത്തേക്കണ്. പിന്നെ നമ്മൾ ഭൂരിയുടെ അത്ര കട്ടിയുണ്ടല്ലോ, അതിനൊരു പൊട്ട് കട്ടിയിൽ പരത്താം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കട്ടി കുറയുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടിയത്. നമുക്കിത് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഓയിൽ അങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ ഇനി വെളിച്ചെണ്ണയിൽ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. കുഞ്ഞു സൈസാണല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ ഒരു പറഞ്ഞ ടൊമാറ്റോ കെച്ചപ്പോൾ അതിൽ മുക്കി കഴിക്കായിരുന്നു, അപ്പോൾ ടേസ്റ്റ് കൂടുന്ന അവർ പറഞ്ഞത് കേട്ടോ. എനിക്ക് ആ മൊരിഞ്ഞിരിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിലേക്ക് വേണമെങ്കിൽ മുളക് പൊടി കുറച്ചിട്ട് കുഴച്ചെടുക്കാട്ടായിരുന്നു, അപ്പം വേറെ ടേസ്റ്റ് വരും കേട്ടോ. ആണോ, ഇതുപോലെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിൽ ലേശം മുളക് പൊടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇതിലേക്ക് നമ്മളെ ഗരം മസാല അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് തൂവി കൊടുക്കാം. അപ്പം കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും അടിപൊളി കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.